സവാരി. നോക്ക്, രണ്ട് ഉറുമ്പുകളുടെ യാത്രാനുഭവ കഥയാണ്. രസകരമായ സന്ദർഭങ്ങളാണ് ഇതിനകത്തുള്ളത്. നമുക്ക് നോക്കാം. ഓക്കെ, നോക്കാം. സവാരി. രണ്ടുറുമ്പുകൾ ഒരു അപ്പൂപ്പൻ താടിയിൽ സവാരി പോവുകയായിരുന്നു. ആഹാ, സവാരി പോകുമ്പോൾ അപ്പൂപ്പൻ താടിയിലിരുന്ന് ഉറുമ്പിന് പോവാം. നമ്മൾ കയറി ഇരുന്നാൽ പറ്റില്ല അല്ലേ? അവർ പോട്ടെ, നല്ല അനുഭവമായിരിക്കും. നോക്കാം. പാറി പറന്ന് മടുത്തു. ഓഹോ, കുറേ കഴിഞ്ഞപ്പോൾ അതും മടുത്തു. ഒന്നിറങ്ങിയാൽ മതിയായിരുന്നു. അത് പറയാൻ അവർക്കുണ്ടോ മിണ്ടാൻ കഴിയുക? അയ്യോ, നിർത്താനായി കുറേ ആംഗ്യം കാണിച്ചു. ഓയ് ഓയ് ഓയ്. പക്ഷേ ആംഗ്യം കാണിച്ചെങ്കിലോ അപ്പൂപ്പൻ താടിക്കാത്തൊട്ടും മനസ്സിലായതുമില്ല. അതിനും മിണ്ടാൻ കഴിയില്ലായിരുന്നല്ലോ. ആണോ? അപ്പൂപ്പൻ താടിക്ക് മിണ്ടാൻ കഴിയുന്നില്ല, ഉറുമ്പിന് മിണ്ടാൻ കഴിയുന്നില്ല. ഇവർ പറയുന്ന ഭാഷ അപ്പൂപ്പൻ താടിയെ പറഞ്ഞ് മനസ്സിലാക്കാനും കഴിയുന്നില്ല. എങ്ങനെയും വണ്ടി നിർത്തണമല്ലോ. അങ്ങനെയാണ് ഒന്ന് നിർത്തണേ എന്ന് ഒരു ഉറുമ്പും ആളിറങ്ങാനുണ്ട് എന്ന് മറ്റേ ഉറുമ്പും ഒരു ഇലയിൽ എഴുതി കൊടുത്തത്. കേട്ടാ? ഇല വായിച്ച് അപ്പൂപ്പൻ താടി ഒരു മരച്ചില്ലയിൽ തൂങ്ങി. പറന്ന് പറന്ന് വഴിമാറിപ്പോയ കാര്യം ഉറുമ്പുകൾ അറിഞ്ഞത് താഴെ എത്തിയപ്പോൾ മാത്രമാണ്. ഇനി എന്ത് ചെയ്യും? വന്ന വഴിക്ക് എത്രയോ പുറകോട്ട് തന്നെ പോവേണ്ടിയിരിക്കുന്നു. ആളുകൾ കയറാനുണ്ടെന്ന് ഒരു ഇല എഴുതി. കേട്ടാ? എന്താ സംഭവം എന്ന് കണ്ടാ? താഴെ എത്തിയപ്പോഴാണ് അവർ അറിഞ്ഞത്. എന്തുവാ? ഇനി എന്ത് ചെയ്യും? വന്ന വഴിക്ക് എത്രയോ പുറകോട്ട് തന്നെ പോവേണ്ടിയിരിക്കുന്നു. അപ്പോൾ കുറേ കടന്ന് വന്നുപോയി. ഇനി തിരികെ പുറകോട്ട് പോകണം. ആള് കയറാനുണ്ടെന്ന് ഒരിലയിൽ എഴുതി അത് ഉയർത്തിപ്പിടിച്ച് മറ്റൊരപ്പൂപ്പൻ താടിക്കായി അവർ കാത്തു നിന്നു. എങ്ങനെയുണ്ട് കഥ? ഇതൊരു സവാരിയാണ്. എന്താണ്? യാത്ര അനുഭവം. അതിലുണ്ടായ ഒരു കാര്യമാണ് ഇതുപോലെ എഴുതിയിരിക്കുന്നത്. കുഞ്ഞു കാര്യം. നമുക്കിതുപോലുള്ള അനുഭവങ്ങൾ എഴുതണ്ടേ? എഴുതാൻ പറ്റുമോ? ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോയപ്പോൾ ബസ് മാറി കയറിയതോ, അല്ലേ? ആ അമ്മയുടെ കൂടെ പോയപ്പോഴോ അച്ഛൻ്റെ കൂടെ പോയപ്പോഴോ ചിലപ്പോൾ ആ സ്ഥലം കഴിഞ്ഞു പോയതോ, പിന്നെ വേറെ ഓട്ടോറിക്ഷ പിടിച്ച് തിരിച്ചു വന്നതോ, അങ്ങനെയൊക്കെ എഴുതാം. ഇതാരാ എഴുതിയത്? ഈ വായിച്ച് പോകുന്ന കഥകൾ എന്ന് പറയുന്ന ഒരു കഥയുടെ കുറച്ച് ഭാഗമാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചത്, അല്ലേ? അത് ആരതായിരുന്നു? ഷിനോജ് രാജ്. ഇതുപോലുള്ള യാത്രാ അനുഭവങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമോ? ഓക്കെ. എന്നാലേ ഇതേപോലെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. കൂടുതൽ അനുഭവങ്ങൾ വെച്ചിട്ട് നല്ല രീതിയിൽ എഴുതണമെങ്കിൽ കൂടുതൽ ഉറക്കെ പറ.